ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈ വേ ബൈ കല്യാണി അഥവാ ജീവാലക്ഷ്മിയും ഡോക്ടർ നുലിഫറും തമ്മിലുള്ള കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ അവസാനിച്ചു എന്നാണ് നമ്മൾ എല്ലാവരും കരുതിയത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇനി യൂട്യൂബേഴ്സിനോട് സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് നുലിഫറും അതേപോലെ തന്നെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കാണ്ട് തനിക്കും താല്പര്യമില്ലെന്ന് കല്യാണിയും പറഞ്ഞു. അതോടുകൂടി തന്നെ ഈ ഒരു കോൺട്രവേഴ്സി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കെട്ടടങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇന്നലെ മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന ജീവാലക്ഷ്മി അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു. അത് അവരുടെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വീണ്ടും ഈ ഒരു കോൺട്രവേഴ്സി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഒരുക്കുകയാണ്. എന്നാലും നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി എന്റെ ചികിത്സാ അനുഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട് എന്നറിയാം. ഇതുവരെ ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിക്കാതിരുന്നത് ബോധപൂർവമാണ്. ഇത് നിയമപരമായ നടപടികളുടെ ഭാഗമായതിനാൽ ആ പ്രക്രിയയെ മാനിച്ചുകൊണ്ട് ഞാൻ മൗനം പാലിച്ചതാണ്. ചില വസ്തുതകൾ പങ്കുവെക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. ഇവ എന്റെ വാക്കുകളല്ല, ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥാപനങ്ങൾ രേഖാമൂലം സ്ഥിരീകരിച്ച കാര്യങ്ങളാണ്. അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജി AAD USA രേഖാമൂലം സ്ഥിരീകരിച്ചത് അവർ കോസ്മെറ്റിക് കെമിസ്ട്രി എന്ന പേരിൽ യാതൊരു കോഴ്സോ സ്പെഷ്യലൈസേഷനോ വാഗ്ദാനം ചെയ്യുന്നില്ല എന്നാണ്. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഒരു RTI അപേക്ഷയ്ക്ക് മറുപടിയായി തങ്ങളുടെ ഔദ്യോഗിക രജിസ്റ്ററിൽ ബന്ധപ്പെട്ട വ്യക്തിക്ക് യാതൊരു രജിസ്ട്രേഷനും ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസ് ഹെൽത്ത് തിരുവനന്തപുരം ഒരു RTI അപേക്ഷയ്ക്ക് മറുപടിയായി ബന്ധപ്പെട്ട സ്ഥാപനത്തിന് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 3 സ്ഥിരീകരണങ്ങളും ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ല. അതാത് സ്ഥാപനങ്ങൾ ഔദ്യോഗികമായി രേഖാമൂലം നൽകിയവയാണ്. ഇവയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ ഈ വിഷയം നിയമപരമായ പരിഗണനയിലാണ്. കേസിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എന്റെ പ്രേക്ഷകരോടും ഈ വിഷയത്തിൽ ആശങ്കപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. ഈ പ്രക്രിയ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കൂടുതൽ വിവരങ്ങൾ ഉചിതമായ ഘട്ടത്തിൽ പങ്കുവെക്കുന്നതായിരിക്കും. ജീവാലക്ഷ്മി KR. ഇതാണ് മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞ ജീവാലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവര് ഒഫീഷ്യലായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. സോ ഈ ഒരു വിഷയം ഡോക്ടർ നുലിഫറിന്റെ ക്വാളിഫിക്കേഷൻ അതിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയാണ്. കാരണം ഇതിനകത്ത് പേര് വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും നുലിഫറിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ നുലിഫറിന്റെ പേരൊന്നും പറയുന്നില്ല. പക്ഷേ ഡോക്ടർ നുലിഫർ തന്നെയാണ് ഈ പറയുന്ന മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന ജീവാലക്ഷ്മിയെ ട്രീറ്റ്മെന്റ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് ഡോക്ടർ നുലിഫർ തന്നെ സമ്മതിക്കുന്ന ഒരു ഫോൺ സംഭാഷണം നമ്മുടെ ലൈഫ് ഓഫ് അനന്തു എന്ന് പറഞ്ഞ ചാനലിനകത്ത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. 2-3 മാസം മുന്നേ ഒരു കൺസൾട്ടേഷൻ റൂമിലിരുന്ന് സംസാരിച്ച ഒരു കാര്യം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസും മെറ്റീരിയൽസും ഒന്നുമില്ല. തിരിച്ചൊരു മീൻ കോമൺ സെൻസ് ചോദ്യം മാമിന്റെ മാത്രമേ ഉള്ളൂ. മാമിന്റെ അടുത്ത് ആണ് ആദ്യം ഇവര് വന്നത് അപ്രോച്ച് ചെയ്യുന്നത്, കൊളാബിന്റെ കാര്യം കറക്റ്റ് പറയുന്നത്. കറക്റ്റ് കറക്റ്റ് എന്റെ അടുത്ത് തന്നെ. കാരണം ഞാനാണല്ലോ അവിടുത്തെ മുതലാളി. വേറെ ആരുടെ അതെ. അടുത്തും സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം അതാണല്ലോ ദേവ്. മറ്റേ ഞങ്ങളുടെ ഒരു മാനേജറിന്റെ ആദ്യം വിളിച്ചിരിക്കുന്ന ഒരു വോയിസ് നോട്ടിൽ ഉണ്ടല്ലോ. ആ കുട്ടി പറയുന്നുണ്ടല്ലോ, സിഇഒയുടെ ഒരു രീതി വെച്ചിട്ട് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഒന്നെങ്കിൽ ഈ ജീവലക്ഷ്മി കല്യാണി മറ്റേ സ്റ്റാഫുകളുടെ അടുത്ത് നേരത്തെ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ഞാൻ എന്റെ അടുത്ത് വന്ന് സംസാരിച്ച കാര്യം ഞാൻ ഈ പറയണത്. എന്താ അവര് അതും പറഞ്ഞേ? ആദ്യം അതൊരു 3-4 മാസം മുന്നേ. അതൊന്നും ഇപ്പൊന്നല്ല 3-4 മാസം മുന്നേ പ്രൊഡക്ട്സ് ആദ്യം അയച്ചു തരുവോ എന്ന് ചോദിച്ച്, അയച്ചു തരുവോ എന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇല്ല അങ്ങനെ ഒരു എൻഡോഴ്സ്മെന്റ് നമുക്കില്ല. നമ്മൾ ഒരു ഇൻഫ്ലുവൻസേഴ്സിനെയും കൊണ്ടും അങ്ങനെ ഒരു പ്രൊഡക്ട്സ് പ്രൊസീജിയർ ഫോർഗെറ്റ് ഇറ്റ്. അതല്ലാതെ തന്നെ പ്രൊഡക്ട്സുകൾ നമ്മൾ അയച്ചു കൊടുത്ത് അങ്ങനെ ഒരു പ്രൊമോഷൻസ് ഒന്നും ഇല്ല. അപ്പോ ഇല്ല ജീവലക്ഷ്മി. എനിക്കിപ്പോ നല്ല ഓർമ്മയുണ്ട്. അത് ഏത് മാസം എന്നുള്ളതൊക്കെ കറക്റ്റ് പിൻ ഡൗൺ ചെയ്ത് ഓർമ്മയിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് അന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ മെയ് 30 അവർ ഡയറക്റ്റ് ആയിട്ട് വരികയാണ് ചെയ്തത്. വന്നിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാല്, ഡോക്ടറെ ഞങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. ഇത് ഈ പറഞ്ഞ മാതിരി ഇത്ര ഒന്നും റേറ്റ് അവിടെ ഇല്ല. ഓക്കെ, ആ റേറ്റ് അവിടെ ഇല്ലാത്ത പക്ഷം ഒന്നുകിൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഡോക്ടറിന്റെ ഈ പറഞ്ഞ മാതിരി പ്രോട്ടോകോൾസോ അല്ലെങ്കിൽ ഫയൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാർഡ് കോപ്പി ഫയൽസുകളോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇവരെ മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതും കാര്യങ്ങളൊക്കെ ഒന്ന് തരണം, പേപ്പറായിട്ട് തരണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ ഫ്രീ ആയിട്ട് ഇനി കൊളാബ് തരണം. ഓക്കെ. സോ ബേസിക്കലി വാട്ട് വാസ് ഇതും ദിയർ മാമിന്റെ ഇന്റന്റ്? അടുത്താണോ പറയുന്നേ? അതല്ലേ മെയ് 30 ഫൂട്ടേജ് അവരടുത്ത് റിലീസ് ചെയ്യാൻ പറയുന്നത്. എന്നോടാ പറയുന്നത്. അതുകൊണ്ട് അവിടെ ഒരു മെയ് 1 വന്ന് ബില്ല് ചോദിച്ചു എന്ന് പറയുന്നത്. നോ, മെയ് 30 എന്നോട് സംസാരിച്ചു. ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തത്. എന്നോട് സംസാരിച്ച കാര്യങ്ങളല്ലേ ഈ പറയണത് ഞാന്.
അപ്പൊ ഓക്കെ അതൊരു ഓക്കെ ഓക്കെ. കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ് വേണ്ട. ഞാനിപ്പോ നോണ പറയണം തന്നെ വിചാരിക്കേ. നാട്ടിലിപ്പോ കോമൺ സെൻസ് ഉള്ളവന്മാരൊക്കെ ഉണ്ടല്ലോ, നോണ പറയണം തന്നെ വിചാരിക്കേ. എന്തിനാ പിന്നെ അവര് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയേ? ബില്ല് മാത്രം ചോദിച്ചിട്ടോ എന്നോട്? ബില്ല് തരൂ എന്നും പറഞ്ഞിട്ടാണോ നേരെ കൺസൾട്ടേഷൻ റൂമിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? ആ കുട്ടിയെ രണ്ട് കാര്യം ഇവിടെ കാണിക്കുന്നത്. സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് അല്ലാതെ വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യത്തിന്റെ ഒക്കെ മെഡിക്കൽ റെക്കോർഡ്സ് ഞങ്ങളുടെ ഈ കയ്യിലുണ്ടല്ലോ. ഒരു ഇതാണ് ഡോക്ടർ നുലിഫർ അന്ന് പറഞ്ഞത്. അവർ തന്നെയാണ് ഈ പറയുന്ന കല്യാണി എന്ന് പറയുന്ന ജീവാലക്ഷ്മിയെ ട്രീറ്റ്മെന്റ് ചെയ്തത്. ഇതിനകത്ത് ഈ പറയുന്ന ഡോക്ടർ വ്യാജ ഡോക്ടറാണെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം MBBS ഡിഗ്രി ഇല്ലാതെ ഇങ്ങനെ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് പിടിക്കപ്പെടും. ഇത്ര നാളായിട്ട് ഇവർ ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യാജ MBBS ഡിഗ്രിയും കൊണ്ട് ഇവർ മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ ഈ പറയുന്ന രജിസ്ട്രേഷൻ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് ആർക്കും തുടങ്ങാവുന്ന ഒരു സംരംഭമായിട്ട് ഹോസ്പിറ്റൽ മാറിയോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഈ പറയുന്ന ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട യാതൊരു ഡിപ്പാർട്ട്മെന്റിന്റെ രജിസ്ട്രേഷനോ സർട്ടിഫിക്കേഷനോ ഒന്നും തന്നെ ഈ ഒരു സ്ഥാപനത്തിനില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനം എത്രത്തോളം പിന്നോക്കം നിൽക്കുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടന്നിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജിക്ക് കല്യാണി ഒരു മെയിൽ അയച്ചിട്ടുണ്ടാവാം. അങ്ങനെ മെയിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. മേ ബി അത് ഇപ്പോഴായിരിക്കാം, ഇതിന് മുൻപ് ഒരു പക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. പിന്നീട് ഈ ഒരു കോഴ്സ് പഠിക്കാണ്ട് ആൾക്കാർ എത്താത്തതിനെ തുടർന്ന് ആ ഒരു കോഴ്സ് അവർ ഉപേക്ഷിച്ചതാവും. അതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ കല്യാണി അയച്ച മെയിൽ പുറത്തേക്ക് വരണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ യാഥാർത്ഥ്യം അറിയത്തുള്ളൂ. അതായത് കല്യാണി ഏത് ഫോർമാറ്റിലാണ് മെയിൽ അയച്ചിരിക്കുന്നത്, ഇപ്പോൾ നിലവിലുണ്ടോ അതോ പണ്ട് തൊട്ടേ ഈ ഒരു കോഴ്സ് അവിടെ ഉണ്ടോ എന്നൊക്കെ കല്യാണി വിശദമായിട്ട് ചോദിച്ചുകൊണ്ടാണ് ഈ പറയുന്ന മെയിൽ അയച്ചിരിക്കുന്നതെങ്കിൽ ഡോക്ടറുടെ ഈ ഒരു സർട്ടിഫിക്കേഷൻ ഫേക്ക് ആണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ട് വരും. അതല്ല, നിലവിൽ ഇപ്പോൾ ആ ഒരു സ്ഥാപനം അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഡോക്ടർ നുലിഫറിനെ നമുക്ക് വിശ്വസിക്കേണ്ട സാഹചര്യവും വരും. എന്നാൽ ഇതിനകത്ത് കല്യാണിയുടെ കൈവശം ഇരിക്കുന്ന മെയിൽ അത് കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഈ ഒരു വിഷയത്തിലെ നിലപാട് അതെന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഇതിൽ ആര് പറയുന്നത് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ഓക്കെ, ബൈ.